സിനിമാ പ്രേമികൾക്കിടയിൽ ഒബ്സഷനാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഹൊറർ പടം എന്നാണ് കണ്ടവർ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ലളിതമായൊരു കഥാതന്തു നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ഭയാനകമായി അവതരിപ്പിക്കുകയാണ് കറി ബാക്കർ എന്ന 26-കാരൻ സംവിധായകൻ. അതും ജെയിംസ് കെയറിന്റെ സഹായമില്ലാതെ. പൂച്ചസ്നേഹികളെ, നിങ്ങളുടെ ഹൃദയം ഈ സിനിമ ഉടച്ചേക്കും. 2025 ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മിഡ് നൈറ്റ് മാഡ്നസ് വിഭാഗത്തിലാണ് ഒബ്സഷൻ പ്രീമിയർ ചെയ്തത്. 2026 മെയ് പകുതിയോടെ ചിത്രം ആഗോള തലത്തിൽ തിയേറ്ററുകളിലും എത്തി. 7.15 കോടി രൂപ ബഡ്ജറ്റിൽ കറി ബാക്കർ എടുത്ത ഈ ചെറിയ ചിത്രം 800 കോടി രൂപയ്ക്ക് മുകളിലാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. സിനിമ കണ്ടിറങ്ങിയവർ ഈ ഭ്രാന്തൻ ആശയത്തിന് പിന്നിലെ ബുദ്ധിയെ, കറി ബാക്കറെ ഗൂഗിളിൽ തിരഞ്ഞിട്ടുണ്ടാകും. അതിന്റെ ഫലം അവരെ വീണ്ടും ഞെട്ടിച്ചിരിക്കും. കറി ഒരു യൂട്യൂബറും കൊമേഡിയനുമാണ്. ദാറ്റ്സ് എ ബാഡ് ഐഡിയ എന്നൊരു സ്കെച്ച് കോമഡി യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്ററാണ്. അതെ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന്റെ മൈൻഡിനുള്ളിൽ ഒരു ഡാർക്ക് ഏരിയ ഉണ്ട്. ഒബ്സഷൻ കറിയുടെ രണ്ടാമത്തെ ഹൊറർ ഫിലിമാണ്. ആദ്യത്തേത് മിൽക്ക് ആൻഡ് സീരിയൽസ് എന്ന ഫൗണ്ട് ഫൂട്ടേജ് ഹൊറർ മൂവി. 2024 യൂട്യൂബിൽ റിലീസ് ചെയ്ത ഈ ചിത്രം വൈറൽ ഹിറ്റായിരുന്നു. യുഎസിലെ അലബാമയിലെ മൊബൈൽ എന്ന സ്ഥലത്താണ് കറിയുടെ ജനനം. ചെറുപ്പം മുതലേ ഹൊറർ സിനിമകളുടെ ആരാധകൻ. 11-ാം വയസ്സിൽ ദ ടെക്സാസ് ചെയിൻസോ മസാക്കർ കണ്ടുണ്ടായ നടുക്കമായിരുന്നു ഇതിന് പ്രചോദനം. സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു റോക്ക് ബാൻഡും യൂട്യൂബ് ചാനലുമായി നടന്ന കറി 2023 ഒരു ഹൊറർ ഷോർട്ട് ഫിലിം എടുത്തു, ദ ചെയർ. അവരത് നേരെ യൂട്യൂബിലിട്ടു. 5.5 മില്യണിലധികമായിരുന്നു അതിന്റെ കാഴ്ചക്കാർ. ഈ ഷോർട്ട് ഫിലിം കണ്ട ജെയിംസ് ഹാരിസ് എന്ന നിർമ്മാതാവ് ചെയർ ഒരു ഫീച്ചർ ഫിലിം ആക്കിയാൽ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് കറിയെ സമീപിച്ചു. കറി അതിലൊരു അവസരം കണ്ടു. തന്റെ മനസ്സിലുണ്ടായിരുന്ന ഒബ്സഷന്റെ ഐഡിയ ജെയിംസിനോട് പങ്കുവച്ചു. അങ്ങനെയാണ് ഈ സൈക്കോളജിക്കൽ ഹൊറർ പടം ഉണ്ടായത്. സംഭവം സിമ്പിളാണ്. തന്റെ സുഹൃത്തായ നിക്കിയോട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയം തുറന്നു പറയാൻ മടിക്കുന്ന ബെയർ എന്ന യുവാവാണ് പ്രധാന കഥാപാത്രം. ആളൊരു ഇൻട്രോവേർട്ടാണ്, ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും. പക്ഷേ അവന്റെ ആഗ്രഹം അത് തീവ്രമായിരുന്നു. അറിയാലോ, തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് സാധിപ്പിക്കാൻ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തും. പിന്നെ അത് നിർത്തിക്കിട്ടാനാണ് പാട്. തൻ്റേത് മാത്രമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നതിൻ്റെയും തൻ്റേത് മാത്രമെന്ന് ഒരാൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഭ്രമവുമാണ് ഈ ചിത്രത്തെ ഹൊററാക്കി മാറ്റുന്നത്. സത്യം പറയാലോ, എൻ്റെ ഷുട്ടുമണിയല്ലേ എന്ന് പറഞ്ഞ് കൊഞ്ചുന്ന കമിതാക്കളുടെ റീലുകൾ ഈ സിനിമയ്ക്ക് ശേഷം നിങ്ങളെ ഭയപ്പെടുത്തിയേക്കും. നിക്കിയായി എത്തിയ ഇന്ത്യൻ നവറേറ്റയുടെ ചിരിയാകും ആ കാമുകിയിൽ നിങ്ങൾ കാണുക. കാമുകിന് മൈക്കിൾ ജോൺസ്റ്റന്റെ മുഖഛായയും. ബെയറിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് സിനിമ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിക്കി അവിടെ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. അവളുടെ മാനസികവും ശാരീരികവുമായ പീഡകളെ ആഴത്തിൽ സ്പർശിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നില്ല. അതൊരു പോരായ്മയായി പറയാമെങ്കിലും പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്നതിൽ കറി ബാക്കർ 100% വിജയിച്ചിരിക്കുന്നു. ഒരു സ്കെച്ച് കൊമേഡിയന്റെ ടച്ച് ഈ കഥ പറച്ചിലിൽ പ്രകടമാണ്. ചിരിക്കേണ്ടിടത്ത് കാണികൾ ചിരിച്ചു. ആ ചിരി മായും മുൻപ് ഞെട്ടി. ആ ഞെട്ടൽ തീരും മുൻപ് അവർ ഓക്കാനിച്ചു. എല്ലാത്തിനും ശേഷം ഒന്ന് ഇരുത്തി ചിന്തിച്ചു, നടുങ്ങി. നമ്മുടെ കൊടുമൺ പോറ്റിയുടെ ടോണിൽ ആരോ എവിടെ നിന്നോ പറയുന്ന പോലെ, നിനക്ക് പോകാൻ അനുവാദമില്ല. ആ ശബ്ദത്തിന് നിക്കിയുടെ രൂപമായിരുന്നു. പോറ്റിയുടെ ഭാഗത്താണ് കറിയുടെ ഒബ്സഷൻ. ഒരാൾക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല.